രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യമായ സുഡാനീസ് ആർമിയും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള പോരാട്ടം മനുഷ്യത്വത്തിന്റെ എല്ലാ അതിരുകളും ഭേദിച്ച് മുന്നോട്ടു പോവുകയാണ്. 2023 ഏപ്രിൽ മുതൽ 14 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. പുറത്തു കടക്കാൻ വഴിയില്ലാത്തതിനാൽ രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കാണ് ആളുകൾ കുടിയേറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയും അഭയാർത്ഥി പ്രശ്നവുമാണ് സുഡാനിൽ നടക്കുന്നതെന്ന് UN ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിട്ടും ലോകരാജ്യങ്ങൾ സുഡാന് നേരെ കണ്ണു തുറക്കുന്നില്ല. നടപടികളൊന്നും തന്നെയില്ല. 18 സംസ്ഥാനങ്ങളിലായി 185 പ്രദേശങ്ങളിലെ 9.5 മില്യണിലധികം ആളുകൾ ആഭ്യന്തരമായ അഭയാർത്ഥികളായതായാണ് റിപ്പോർട്ട്. ഇതിൽ ഭൂരിഭാഗവും സൗത്ത് നോർത്ത് ഡാർഫർ മേഖലകളിൽ നിന്നുള്ളവരാണ്. ഇവരിൽ പകുതിയിലധികവും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അൽഫാഷർ പിടിച്ചെടുക്കുന്നതിനിടെ കൊടും ക്രൂരതകളാണ് RSF നടത്തിയത്. നഗരം വിട്ട് പലായനം ചെയ്യുന്നവരുടെ സാക്ഷിമൊഴികൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. സുഡാൻ സൈന്യവും RSFും സാധാരണ ജനങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ നടത്തി. ഇതിൽ ലൈംഗിക അതിക്രമങ്ങളും വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊലകളും നടത്തിയത് RSF ആണ്. തെരുവുകൾ മൃതദേഹങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണെന്ന് തന്റെ 4 കുട്ടികളോടൊപ്പം പലായനം ചെയ്ത അദം യഹിയ പറയുന്നു. RSFിന്റെ ബാരിയറിലെത്തിയപ്പോൾ അവർ മെഷീൻ ഗണ്ണുകൾ കൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും വെടിവെച്ചു. പുരുഷന്മാരെ മാറ്റി നിർത്തി വെടിയുതിർത്ത ശേഷം സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. പലായനം ചെയ്യുന്ന വഴിമധ്യേ RSFുകാർ ഒരു വീട്ടിലേക്ക് നിർബന്ധിച്ചു കയറ്റി ബലാത്സംഗം ചെയ്തതായി 45-കാരിയായ റാഷ പറയുന്നുണ്ട്. ഇവരെ പിന്നീട് വിട്ടയച്ചെങ്കിലും ഒപ്പമുണ്ടായിരുന്ന മക്കളെ റാഷയ്ക്ക് നഷ്ടമായി. കുറഞ്ഞത് 2000 പേരെങ്കിലും ഇവിടെ RSF കൊന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ എണ്ണം ഇതിലും ഇരട്ടി വരുമെന്ന് ആളുകൾ പറയുന്നു. പലായനം ചെയ്യുന്ന വഴിയെ നിരവധി ആളുകളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. പട്ടിണിയും രോഗവും കൊണ്ട് വലഞ്ഞ ജനങ്ങളോട് അവരുടെ പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്കാൻ RSF ചോദിക്കുന്നത് $20,000 വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ. മോചനദ്രവ്യം ലഭിക്കാത്ത ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തും. ഇതിന്റെ വീഡിയോ പകർത്തി കുടുംബത്തിന് അയച്ചു കൊടുക്കുന്ന പ്രവണതയുമുണ്ട്.